കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഒരു നഗരത്തിൽ രണ്ട് രാജ്യങ്ങൾ, അത് വത്തിക്കാനെ ഉദ്ദേശിച്ചായിരുന്നു. അതിൽ ഇറ്റലിയെ കുറിച്ചും റോമിനെ കുറിച്ചും വത്തിക്കാനെ കുറിച്ചും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ വീഡിയോ ഒരല്പം ദൈർഘ്യം കൂടിപ്പോയി. 10 മിനിറ്റിന്റെ ഉള്ളിൽ അവസാനിപ്പിക്കുന്ന വീഡിയോ 10 മിനിറ്റിന് പുറത്തേക്ക് കടന്നു. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, വത്തിക്കാൻ എന്തുകൊണ്ടാണ് UN നേഷൻസിൽ അംഗത്വം കിട്ടാതിരിക്കുന്നത്. വത്തിക്കാൻ മാത്രമല്ല, വേറെ മറ്റ് ചില പ്രദേശങ്ങൾക്കൊന്നും UN സഭയിൽ അംഗത്വമില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നു. ഇതിന്റെ ബാക്കി ആ വീഡിയോയിൽ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് അവതരിപ്പിക്കുന്നതാണെന്ന് ഞാനൊന്ന് പറഞ്ഞിരുന്നു. ഈ വത്തിക്കാന് UN സഭയിൽ, അതായത് UN സഭയെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. UN നേഷൻസിനെ കുറിച്ചിട്ട്, ഐക്യരാഷ്ട്ര സഭയെ കുറിച്ചിട്ട്. ആ വീഡിയോ ഇതിൽ എടുക്കുന്നുണ്ട്. അത് 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. ഇപ്പോൾ വത്തിക്കാനെ കുറിച്ച് തന്നെ സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് കുറെ റെഫറൻസ് ഞാൻ പഠിച്ചത്. വളരെ കൗതുകം തോന്നിയിരുന്നു. വത്തിക്കാൻ എന്ന് കേൾക്കാം, അതുമാതിരി തന്നെ ഈ ബസലിക്ക എന്ന് കേൾക്കാറുണ്ട്. ഈ പള്ളിയെ കുറിച്ച് ലോക പ്രശസ്തമായിട്ടുള്ള അവിടുത്തെ മ്യൂസിയത്തെ കുറിച്ച് കേൾക്കാറുണ്ട്. ഇതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഈ വീഡിയോ ചെയ്യാൻ പഠിച്ചപ്പോഴാണ് അതിന്റെ ഒരു കൗതുകവും മറ്റൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വത്തിക്കാൻ സിറ്റിക്ക് UN സഭയിൽ അംഗത്വമില്ല. അതുപോലെ തന്നെ ഫലസ്തീൻ അംഗത്വമില്ല, തായ്വാൻ അംഗത്വമില്ല, കൊസോവോ, വെസ്റ്റേൺ സഹ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊന്നും പ്രദേശങ്ങൾക്കൊന്നും അംഗത്വമില്ല. ഒബ്സർവർ സ്റ്റേറ്റ്സ് എന്ന രീതിയിലാണ് ഐക്യരാഷ്ട്രസഭ വിലയിരുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതായത് അവർക്ക് പ്രസംഗിക്കാൻ പറ്റും, പക്ഷെ വോട്ടില്ല. വോട്ടിന്റെ കാര്യത്തിൽ നമുക്കറിയാം. കഴിഞ്ഞ വീഡിയോയിൽ UN നേഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതില് P5 എന്ന് പറയുന്ന 5 രാഷ്ട്രങ്ങളുണ്ട്. P5 എന്ന് പറയുന്ന 5 രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് റഷ്യയാണ്, ചൈന, ഫ്രാൻസ്, അമേരിക്ക, US UK ഇങ്ങനെ 5 രാഷ്ട്രങ്ങളാണ് വീറ്റോ പവറുള്ള 5 രാഷ്ട്രങ്ങൾ P5 ഉൾപ്പെടുന്നത്. അത് കൂടാതെ ഈ 10 ഉൾപ്പെടുന്ന 10 രാഷ്ട്രങ്ങൾ വേറെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരുന്നു. അവർ ടെമ്പററിയാണ്, 2 വർഷത്തേക്കാണ് തെരഞ്ഞെടുപ്പ് വരിക. ഇന്ത്യക്കും ചാൻസ് കിട്ടിയിട്ടുണ്ട് പലതവണ. 8 തവണയോളം ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ താൽക്കാലിക അംഗത്വം നേടിയിട്ടുണ്ട് ഈ 2 വർഷത്തേക്കുള്ള. അപ്പൊ അതൊക്കെ വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പ്രതിപാദിച്ചു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ലോകത്തുള്ള 193 അംഗീകൃത രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളിൽ അംഗത്തുള്ള 193 രാജ്യങ്ങൾ മൊത്തത്തിലുണ്ട്. അത് അവര് ജനറൽ അസംബ്ലി എന്നാണ് അത് അറിയപ്പെടുക. ജനറൽ അസംബ്ലി എന്ന് പറയുമ്പോൾ നമ്മളൊരു വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രമേയത്തെ വീറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രമേയം പിന്നെ കൊണ്ടുവരുന്നത് ലോക രാഷ്ട്രങ്ങൾക്കിടയിലാണ്. അതാണ് ജനറൽ അസംബ്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊന്നും തന്നെ ഇപ്പൊ ഞാൻ മേൽ പറഞ്ഞ വത്തിക്കാനാവട്ടെ ഫലസ്തീനാവട്ടെ ഇവരൊന്നും ഉൾപ്പെടുന്നില്ല. പക്ഷെ വത്തിക്കാനും ഫലസ്തീനും ഒരു ഒബ്സർവർ എന്നുള്ള ഒരു പദവി, പ്രസംഗിക്കാനുള്ള അഭിപ്രായങ്ങൾ അങ്ങനെയൊക്കെ അറിയിക്കുക, അത്രയൊക്കെ തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടെ ശ്രദ്ധ നേടാം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്നാൽ ആ പദവി പോലും തൈവാനില്ല. കാരണം തൈവാൻ ചൈനയിൽപ്പെട്ട സ്ഥലമാണ് തൈവാൻ. ചൈനയൊക്കെ ഒറ്റ നാഷണൽ എന്നുള്ളൊരു തോട്ടുള്ള രാഷ്ട്രമായതുകൊണ്ട് തന്നെ അംഗീകരിച്ചിട്ടില്ല. പിന്നെ കൊസോവാണ്. അതുപോലെ ചില പ്രദേശങ്ങളാണ്. ഇപ്പോൾ വത്തിക്കാന്റെ ജനസംഖ്യ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. 800ഓളം വരുന്നുള്ളൂ. അതിൽ തന്നെ സ്വിസ്ഗാർഡൊക്കെ അടക്കാണ് 800ഓളം വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഏതൊക്കെ രാഷ്ട്രങ്ങൾ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്ത്. കൂടുതൽ വിവരങ്ങൾ വളരെ വിശദമായിട്ട് അറിയാൻ നിങ്ങൾക്ക് മറ്റ് UN നേഷൻസിനെ കുറിച്ചുള്ള വീഡിയോസും അതുപോലെ തന്നെ ഒരു നഗരത്തിൽ 2 രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന തംബ്നെയിൽ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. ഈ വീഡിയോയിൽ ഇത്തിരി ഉൾക്കൊള്ളിക്കുന്നുള്ളൂ, വെറുതെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വീഡിയോ വാച്ച് ചെയ്തവർക്ക് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.